തൃശ്ശൂരിലെ കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ 24-ന്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പിടിപ്പിക്കാനോടൊരു പട്ടിയുണ്ട്. നായ്ക്കുര കേട്ടാൽ ആന വരണ്ടോടുമോ എന്നുള്ളത് നോക്കാം. ഇല്ല, ആന വരണ്ടില്ല. ആനയാണ് താൻ. സത്യം പറഞ്ഞാൽ ഇരുട്ടത്തൊക്കെ ഇങ്ങനെ ആന ഇറങ്ങിയെന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും. അന്ന് നമ്മൾ മുന്നിൽ കയറി തട്ടി കഴിയുമ്പോഴായിരിക്കും ആനയാണെന്ന് മനസ്സിലാകുക. കുറുക്കയറി നിൽക്കുക. ഏതാണ്ട് നേരിബുദ്ധിക്ക് വന്ന പോലെയുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നത്. സൂരജെ, ഈ കാട്ടാനെ കാട് കയറ്റാൻ കഴിഞ്ഞോ അതോ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നുവെന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? കുതിരാനിൽ എന്താ സംഭവം? അപ്ഡേറ്റ്. രണ്ടാഴ്ചയിലേറെയായി ജനവാസ മേഖലയിൽ ഈ കൊമ്പൻ തുടരുകയാണ്. ഈ കൊമ്പനെ പിടികൂടി മാറ്റുന്നതിന് വേണ്ടി ഒന്നുകിൽ കാട് കയറ്റുക അല്ലെങ്കിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത് സംബന്ധിച്ചുള്ള ഒരു ദൗത്യം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ആനയ്ക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയതാണ്. അങ്ങനെ ഇന്നലെ രാത്രി ഈ നിരീക്ഷണത്തിനുള്ള സംഘമെല്ലാം അവിടെ ക്യാമ്പ് ചെയ്യുന്നതിനിടയിലാണ് കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിലെത്തി വലിയ രീതിയിൽ ഭീതി വിതച്ചത്. ഈ ഡ്രോൺ നിരീക്ഷണം നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഡ്രോണിൽ ഈ ആനയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞപ്പോൾ തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ വിവരം അറിയിക്കുകയും അവരോട് ആരോടും പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നലെ കൊമ്പനെ പിന്നീട് താൽക്കാലികമായി ഈ കുതിരാനോട് ചേർന്ന വനമേഖലയിലേക്ക് കയറ്റിവിട്ടത്. പക്ഷേ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആന ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നു. ഇന്നലെ വനമന്ത്രി അടക്കം ഈ സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായ ഒരു ദൗത്യത്തിലേക്ക് പോകും എന്ന് അറിയിച്ചതാണ്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്, ഭീതിയുണ്ട്. ഈ ഭീതിയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ആനയെ പിടികൂടി മാറ്റിയാൽ മാത്രമാണ് തങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രദേശവാസിയായ ആൾ ഈ ആന ഒരു 150 മീറ്റർ അകലെ നിൽക്കുന്നത് കണ്ട് ശബ്ദമുണ്ടാക്കി ഈ ആനയെ ഓടിക്കാൻ നോക്കി. പക്ഷേ അദ്ദേഹം പറയുന്നത് ശബ്ദമുണ്ടാക്കി ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ആന തന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ രാത്രികാലങ്ങളിലൊക്കെ ആന ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് അത് കാണാൻ കഴിയില്ല. ആന പെട്ടെന്ന് പാഞ്ഞടുത്ത് ആളുകളുടെ അടുത്തേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ഭീതി തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.